സമ്പത്ത് കയ്യിൽ വരുമ്പോൾ തന്നെ അതിന് സക്കാത്ത് നൽകേണ്ടതുണ്ടോ? ഈ അടുത്ത് യൂട്യൂബിൽ ഒരു പ്രഭാഷണം കേട്ടു. 500 രൂപ ദിവസേന ഡെയിലി വേജ് ലഭിക്കുന്ന അല്ലെങ്കിൽ കൂലിപ്പണിക്കാരനും സക്കാത്ത് ഉണ്ട് എന്ന് യൂട്യൂബിൽ ഒരു പ്രഭാഷണം കേട്ടു. ഇങ്ങനെ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഇത് ശരിയാണോ എന്നാണ് ശ്രോതാവിന്റെ സംശയം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ യൂട്യൂബ് മുഫ്തിമാരുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ യൂട്യൂബിലൂടെയാണ് ആളുകൾ പലപ്പോഴും പല ഫത്വകളും കേൾക്കുന്നതും അതനുസരിച്ച് ചെയ്യുന്നതുമൊക്കെ. അതുകൊണ്ട് മതങ്ങൾ പഠിക്കാൻ നമ്മൾ ഇത്തരം ചാനലുകളെയല്ല അവലംബിക്കേണ്ടത്, പ്രമാണങ്ങളെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ യൂട്യൂബ് നോക്കി തീരെ പഠിക്കുകയാണെങ്കിൽ തന്നെ ഒഫീഷ്യലായിട്ട് നമുക്ക് ആധികാരികമായിട്ട് ഉറപ്പുള്ള മതം പറയുന്നവരാണ് അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ചാനലുകളാണ് എന്ന് ഉറപ്പുള്ള ചാനലുകളിൽ നിന്ന് മാത്രം അത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഓരോരുത്തരും സ്വന്തം ചാനൽ തുടങ്ങി അവർക്ക് തോന്നുന്നതൊക്കെ ദീനാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ വരുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് ആണോ അല്ലേ എന്ന് ഉറപ്പുവരുത്താതെ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താതിരിക്കണമെന്ന് ആമുഖമായിട്ട് ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ള നിലക്ക് സൂചിപ്പിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ചോദ്യം വരുമാനത്തിന്റെ സക്കാത്ത് കയ്യിൽ കിട്ടിയ പൈസക്ക് സക്കാത്ത് സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. സക്കാത്തുമായി ബന്ധപ്പെട്ടതിനെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് നിർബന്ധമാകാനുള്ള ചില നിബന്ധനകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് സക്കാത്തിന്റെ നിസാബത്തുക എന്നും രണ്ടാമത്തത് അതിന്റെ ഹൗല് പൂർത്തിയാവുന്നു, ഒരു വർഷം പൂർത്തിയാവുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർഷത്തിൽ ഒരു ദിവസം അതിനു വേണ്ടി തിരഞ്ഞെടുക്കുക, എന്നിട്ട് ആ ദിവസം പൂർത്തിയാകുമ്പോൾ അതിന് സക്കാത്ത് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വന്നാൽ വേണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു വർഷത്തെ മൊത്തം പണം കൂട്ടിയിട്ട് ആ വന്ന പൈസയും പാടെ കൂട്ടിയിട്ട് ആ സമയത്ത് അതിന് സക്കാത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം കഴിയുമ്പോഴാണ്, അതായത് നമ്മൾ കൊടുത്ത അതേ വർഷം പിന്നീട് ആവർത്തിച്ച് വരുമ്പോഴാണ് പിന്നീട് അതിന് സക്കാത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ചോദ്യത്തിൽ പരാമർശിച്ച മറ്റൊരു വിഷയം 500 രൂപ ഉണ്ടെങ്കിൽ പോലും അതിന് സക്കാത്ത് കൊടുക്കണം. അങ്ങനെ ഇസ്ലാമിൽ എവിടെയും പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് കൃത്യമായ കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഒരാളുടെ സമ്പത്ത് ഒരു വർഷത്തിൽ കൂട്ടി കണക്കാക്കുമ്പോൾ 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ പണം അയാളുടെ കയ്യിൽ നീക്കിയിരിപ്പുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അത് സമ്പാദ്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് സക്കാത്ത് നിർബന്ധമാകുന്നുള്ളൂ. അതല്ല എങ്കിൽ അയാളുടെ 595 ഗ്രാം വെള്ളിക്ക് താഴെയാണ്, അതിന് തുല്യമായ പണത്തിന്റെ താഴെയാണ് ഒരാളുടെ സമ്പാദ്യമെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് അയാൾക്ക് നിർബന്ധമില്ല എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 500 രൂപ ഒരാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നതിന് യാതൊരു പ്രാമാണിക പിന്തുണയുമില്ല. അയാളെ ഒരു സമ്പത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ പണം ഒരു വർഷത്തിൽ എല്ലാ ചെലവും കഴിച്ച് അയാളുടെ കയ്യിൽ നീക്കിയിരിപ്പുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് സക്കാത്ത് നിർബന്ധമാകുന്നുള്ളൂ എന്നതാണ്. അതല്ല എങ്കിൽ ലോകത്തുള്ള എല്ലാ ആളുകളും സക്കാത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊരു ശരിയായ രീതിയല്ല. സക്കാത്തിന് അർഹതയുള്ള ആളുകൾ മാത്രമേ അത് കൊടുക്കേണ്ടതുള്ളൂ എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു തആല